കൊച്ചിയിലെത്തിയ ഷാരൂഖ് ഖാൻ മലയാളിയോട് പറഞ്ഞു വച്ചതെന്താണ്? അല്ലെങ്കിൽ ഈ മെഗാ താരത്തിൻ്റെ പ്രകടനത്തിലെ പാഠമെന്താണ്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആകെ ബ്രഹ്മാണ്ഡ നായകൻ ഷാരൂഖ് ഖാൻ ആരുടെയും മുഖത്തടിച്ചില്ല. ആരാധനയുടെ അമിത പ്രകടനത്തിനിടയിലൊന്നും ആരുടെയും നെഞ്ചിൽ പിടിച്ച് തള്ളിയുമില്ല. പിന്നെ ഇയാൾ എവിടത്തെ സൂപ്പർ സ്റ്റാർ എന്ന് മലയാളി ചിന്തിച്ചു പോയാൽ തെറ്റൊന്നുമില്ല. കാരണം അനുഭവങ്ങൾ അതാണ്. നേർത്ത വെള്ള ഷർട്ടിന്റെ കൈകൾ അലസമായി മടക്കി വെച്ചിരുന്നു. ഷേവ് ചെയ്യാത്ത മുഖം. ആകെ അലങ്കാരമെന്ന് പറയാവുന്നത് ഒരു കൂളിംഗ് ഗ്ലാസ് മാത്രം. ഇന്ത്യയിലെ ഏറ്റവും മുന്തിയ താരം കൊച്ചിയിൽ അവതരിച്ചത് ഇതിലേറെ ലളിതമാക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ആരാധകരുടെ ആരവങ്ങളിൽ ആർഭാടത്തിന് കുറവുണ്ടായിരുന്നില്ല. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വൻ ജനാവലി അതിശയതാരത്തെ ഒരു നോക്ക് കാണാൻ തിക്കിത്തിരക്കി. ആർപ്പുവിളികൾ കൊണ്ട് താരത്തെ പൊതിഞ്ഞു. ഷാരൂഖിന്റെ മുഖത്തെ ചിരി മാഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയം. ആരാധകരുടെ ആവേശം അതിരുകടന്നാലും ഇവരില്ലാതെ താരമില്ലെന്ന വിവേകം ഷാരൂഖിനുണ്ടാവണം. അല്ലെങ്കിൽ ആരെയെങ്കിലും ഒന്ന് തള്ളുകയോ ചെകിടത്തടിക്കുകയോ ഒക്കെ വേണമല്ലോ. അതാണല്ലോ ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റൈൽ. ചിലപ്പോൾ ഉള്ളിൽ ദേഷ്യവും ഭയവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ സൂപ്പർമാൻ ആണെങ്കിലും കുറെ കരിമ്പൂച്ചകളെയും കൊണ്ട് ഇദ്ദേഹം നടക്കുന്നത്. പക്ഷെ തന്നെ തോളേറ്റുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറാൻ ഷാരൂഖിന് കൊച്ചിയിലെങ്കിലും കഴിഞ്ഞു. മുഖത്തെ പുഞ്ചിരി അഭിനയമാവാം, പക്ഷേ അഭിനയിക്കാനെങ്കിലും കഴിഞ്ഞു. ഇവിടെ സൂപ്പർ താരങ്ങൾക്ക് അതെങ്കിലും ഒന്ന് അഭിനയിക്കാമായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപുമൊക്കെ ഞങ്ങൾ പ്രേക്ഷകരുടെ ഇത്തരം സ്നേഹപ്രകടനങ്ങളിലൂടെ വലുതായവരാണ്. മിന്നും താരങ്ങളെ ഭൂമിയിൽ കിട്ടുമ്പോൾ ആരാധനയുടെ പ്രകടനങ്ങളിൽ ആവേശത്തിൻ്റെ വേലിയേറ്റങ്ങൾ സ്വാഭാവികം. ചിലപ്പോൾ അടിയും കടിയും ഒക്കെ കിട്ടും. ഇത്തരം സന്ദർഭങ്ങളിൽ തിരിച്ചെങ്ങനെ പ്രതികരിക്കണം എന്നതാണ് പ്രധാനം. താരങ്ങളും രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളുടെ സ്വത്താണ്. അതുകൊണ്ടാണ് അവരുടെ സ്വകാര്യതയ്ക്ക് പരിധികൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അനുസരിച്ചേ പറ്റൂ. ആരാധകർക്ക് അടിപ്പെടണം നിങ്ങൾ സൂപ്പർ താരങ്ങൾ. ഷാരൂഖ് ഇപ്പോൾ അങ്ങനെയാണെന്ന് തെളിയിച്ചു. എത്ര പടം പൊട്ടിയാലും മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ ഇങ്ങനെ ഗമയിൽ ഞെളിഞ്ഞു നടക്കാൻ കഴിയുന്നത് ആരാധകരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്. എന്തായാലും പുതിയ ചില അവതാരങ്ങളെ ചീമുട്ട എറിഞ്ഞ് സ്വീകരിച്ച പോലെ ജനം നിങ്ങളെ ആട്ടുന്നില്ലല്ലോ. ആശ്വസിക്കുക.